നടൻ സലീം കുമാർ അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കൾ ചായക്കട തുടങ്ങിയപ്പോൾ ഉണ്ടായ ലാഭത്തെക്കുറിച്ച് വളരെ രസകരമായി പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ കയ്യടിയാണ് ലഭിക്കുന്നത്. കയറ് പിരിച്ച് കൊച്ചിയിൽ കൊണ്ടുപോയി വിറ്റ് അവിടുന്ന് പറവൂർ മാർക്കറ്റിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി കൊണ്ടുവരുന്ന പരിപാടിയായിരുന്നു അച്ഛനെ. സ്വന്തമായി വള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും സമ്മതിച്ചതോടെ അച്ഛൻ ചിറ്റാറ്റുപുരയിൽ ഒരു ചായക്കട തുടങ്ങി. കുറേ കാലം കഴിഞ്ഞപ്പോൾ കടയിൽ കച്ചവടമുണ്ടെങ്കിലും കടമാണ് കൂടുതൽ പോകുന്നത്. പറ്റുബുക്ക് നിറഞ്ഞപ്പോൾ ചായക്കട നിർത്താനുള്ള ആലോചനയിലായിരുന്നു. ചായക്കട നിർത്താനും പെട്ടെന്നൊരു കാരണമുണ്ടായി. എൻ്റെ സഹോദരി ആ ചായക്കടയിലെ ജോലിക്കാരനുമായി പ്രണയത്തിലായി. അവരെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്തു. കച്ചവടം നഷ്ടത്തിലായെങ്കിലും സ്വന്തം മകൾക്ക് ബ്രോക്കറില്ലാതെ ഒരു ചെറുക്കനായി എന്നത് അല്ലാതെ അച്ഛനെ സംബന്ധിച്ച് ചായക്കട നടത്തിയിട്ട് വലിയ ലാഭമൊന്നും ഉണ്ടായില്ല എന്ന് നടൻ സലീം കുമാർ.